ഇന്ന് രാജസ്ഥാനിലെ ചോക്കി ധാനി എന്ന റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ പുറമേ നിന്നുള്ള വ്യൂ. ഇതാണ് മെയിൻ എൻട്രൻസ്. അവിടെ നമ്മളെ സ്വീകരിക്കാനായി വലതും ഇടതുമായി രണ്ടുപേർ നിൽപ്പുണ്ട്. കൂടാതെ രാജസ്ഥാൻ സുന്ദരികൾ കുങ്കുമം തൊട്ട് നമ്മളെ അകത്തേക്ക് സ്വാഗതം ചെയ്യും. അവരുമായി നിന്ന് 2-3 ഫോട്ടോസുകളൊക്കെ ഞങ്ങൾ എടുത്തു. ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി. ഒരാൾക്ക് 1000 രൂപ എന്ന നിലയിലാണ് ടിക്കറ്റ്. ഇതിനകത്ത് ചെറിയ ഹട്ടുകൾ പോലുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് നമുക്ക് കാണാൻ കഴിയുക. ഓരോ ഹട്ടിലും രാജസ്ഥാൻ്റെ റൂറൽ കൾച്ചർ കാണിക്കുന്ന കലാപരിപാടികൾ നമുക്ക് കാണാൻ കഴിയും. 2 ഡാൻസേഴ്സ് നമുക്ക് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. രാജസ്ഥാൻ്റെ ഒരു പ്രധാന നൃത്ത കലാരൂപമാണ് കൽബേലിയ ഡാൻസ്. വേഷവിധാനം കൊണ്ടും അവരുടെ നൃത്തഭംഗി കൊണ്ടും വളരെ മനോഹരമായ ഒരു നൃത്തമാണ് കൽബേലിയ ഡാൻസ്. അപ്പുറത്തെ ഹട്ടിലെ നൃത്തം ഞാൻ അടുത്ത് കാണിക്കാം. സർപ്പത്തിൻ്റെ രൂപമുള്ള ഒരു ഹട്ട് കണ്ട് അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴാണ് അവിടെ ഒരു മാജിക് ഉണ്ടെന്നറിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ മാജിക് കാണാനിരുന്നു. അടിയിലെടുത്ത് അതെടുത്ത് വെച്ചത് അവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും കളിക്കാൻ പറ്റിയ ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു. ഓരോ ഗെയിംസിനും 10 രൂപ എന്ന നിലയിലാണ് അവർ ചാർജ് ഈടാക്കുന്നത്. 10 രൂപ കൊടുത്താൽ ഓരോ ഗെയിമിനും 5 അറ്റംപ്റ്റ് നമുക്ക് ചെയ്യാം. 5 അറ്റംപ്റ്റ് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ പരിശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. അപ്പോഴാണ് ഷാനിക്കുട്ടൻ ഷൂട്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞത്. ഞങ്ങൾ അങ്ങോട്ട് പോയി. റെഡി. എവിടെയും കിട്ടിയ ഏതാണ് ഫോക്കസ് ചെയ്യുന്നത്? വീണല്ലോ. ഫസ്റ്റ് അറ്റംപ്റ്റ് വീണ. സൂപ്പർ. അപ്പു ട്രൈ ചെയ്യേ. അനങ്ങന്ന് ഷെയ്ക്കാവുന്നു. പോയി കിട്ടില്ല. ജാബി മനസ്സിലായോ? ഇവിടെ അതും കൂടി ഫോക്കസ് ആയിട്ട് വരണം ബോളിലേക്ക്. പിന്നെ ഒന്നും കാണാൻ പറ്റുന്നുണ്ട്. യൂവും മറ്റേ ബോളും കൂടി വെച്ചു. ഇതിവിടെ വെച്ചാൽ കാണില്ല. ആനപ്പുറത്ത് കയറണമെന്ന കുട്ടികളുടെ മോഹം അങ്ങ് സാധിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. പാവം ചെറിയ ഒരു ആന
ഒട്ടും നടക്കാൻ വയ്യ. സങ്കടം തോന്നി. എന്നാലും എന്താ, ഇവിടം വരെ വന്നതല്ലേ, ആനപ്പുറത്ത് കയറാതെ എങ്ങനെയാ. അങ്ങനെ അവരെല്ലാവരും ആനപ്പുറത്ത് കയറി. ഞങ്ങൾ താഴെ നിന്ന് ടാറ്റ കൊടുത്തു. രാത്രിയായി, ഏകദേശം ഇരുട്ടായി തുടങ്ങി. ഇനി ഒരുപാട് ഹട്ടുകൾ, ഒരുപാട് കലാപരിപാടികൾ കാണാനുണ്ട്. എല്ലാ വിശേഷങ്ങളുമായി ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. വെയിറ്റ് ആൻഡ് സീ.